ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ? ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. തോൽവികളേറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. ആരോമലുടെ മകനും മരുമകനും നാണം കിട്ടു മടങ്ങാൻ വന്നവരല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. ഈ കേട്ടത് വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ചന്തുവിൻ്റേതാണ്. തോൽപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിന്. ഇത് തന്നെയാണ് മോദിക്കും പറയാനുള്ളതെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. മോദിക്ക് 350-നടുത്ത് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. ചില പ്രവചനങ്ങളെല്ലാം 400-നടുത്തേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. അതുകൊണ്ട് BJP മോദി മൂന്നാമതും ഭരണം ഉറപ്പിച്ചു എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. ജൂൺ 4 മാത്രമേ യഥാർത്ഥ ഫിഗർ പുറത്തു വരുള്ളൂ എങ്കിലും ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പ്രവാചകരും ജ്യോത്സ്യന്മാരും ഒരു കാര്യത്തിൽ തീരുമാനിച്ചു: മൂന്നാമതും മോദി ഭരണത്തിൽ തുടരും. ജവഹർലാൽ നെഹ്റുവിന് ശേഷം അടുപ്പിച്ച് മൂന്നാമതും ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി മോദി മാറും. കോൺഗ്രസ് ഒരുപക്ഷെ ചെറിയ തോതിൽ നിലമെച്ചപ്പെടുത്തുമെങ്കിലും ബംഗാളിലും ആന്ധ്രയിലുമൊക്കെ വലിയ തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വരുമെന്നുള്ളത് പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും പറയുന്നു. മറിച്ച് എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അത് അത്ഭുതമെന്നേ പറയണ്ടു. ഏറ്റവും വലിയ കഷ്ടം CPM പോലുള്ള ഇടതുപക്ഷ കക്ഷികളുടേതാണ്. ഒരു കാലത്ത് 2004-ലൊക്കെ 60-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന ആ കക്ഷി ഇന്ന് മഷിയിട്ടാൽ പോലും കാണാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു നേതാവ് തുടർച്ചയായി ഒരുപാട് കാലം നാട് ഭരിക്കുക, രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഏകാധിപത്യ പ്രവണതയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരെ നമുക്ക് ഈ വീഡിയോൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി പ്രതിപാദിക്കാം, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്ഥിതി നമുക്കറിയാം. ഇടതുപക്ഷം ഒരു കാലത്ത് പശ്ചിമ ബംഗാളിൽ 25-ലേറെ വർഷം ഭരിച്ചതാണ്. ഇന്ന് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല എന്നുള്ള ദുരവസ്ഥയിൽ ആ പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദുർഗതി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ദീർഘകാലം ഇന്ത്യ ഭരിച്ച ആ ദേശീയ കക്ഷിക്കും സംഭവിച്ചിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ മാത്രമായി ആ കക്ഷി ഒതുങ്ങിപ്പോയെങ്കിൽ എക്സിറ്റ് പോൾ പ്രകാരം ഏതാണ്ട് നമുക്ക് അങ്ങനെ വേണം കണക്കാക്കാൻ. ആ ദുരവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതല്ല. ആര് തന്നെ അധികാരത്തിൽ വന്നാലും ജൂൺ 4-ന് എന്ത് തന്നെ റിസൾട്ടായാലും ഇന്ത്യക്ക് നല്ലത് വരട്ടെ. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ബഹുസ്വരതയ്ക്കും മതേതരത്തിനും ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് ആശിക്കാനും ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് ലോകത്തിൽ ദീർഘകാലം ഭരിച്ച ഭരണാധികാരികൾക്ക് പറഞ്ഞാൽ 50, 60, 70, 40 വർഷമൊക്കെ ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവരെയൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. നമുക്കതിലേക്ക് കടക്കാം. ഫ്രാൻസിലെ ലൂയി 14-മനാണ് ദീർഘകാലം, അതുകൊണ്ട് 72 വർഷം ആ രാജ്യം ഭരിച്ചത് ലൂയി 14-മനാണ്. മരണം വരെ അദ്ദേഹമായിരുന്നു ഫ്രാൻസ് കൈയടക്കി ഭരിച്ച ഏകാധിപതി. UK-യിലെ എലിസബത്ത് II ആണ് 70 വർഷത്തോളം ആ രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നത്. ലോകം മുഴുവൻ ബ്രിട്ടീഷ് കീഴിലായിരുന്നപ്പോൾ ഇതേ രാജ്ഞിയായിരുന്നു ലോകം ഭരിച്ചിരുന്നത് എന്ന് നാം മറന്നുകൂടാ. 25 വർഷത്തോളം അവരവരുടെ രാജ്യം ഭരിച്ചവരാരൊക്കെയെന്ന് നോക്കാം. റഷ്യയിലെ പുടിൻ, എമോമലി റഹ്മാൻ, തജിക്കിസ്ഥാൻ, ക്യാമറൂണിലെ പോൾ ബിബി, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഫിഡൽ കാസ്ട്രോ. ക്യൂബ ഭരിച്ചത് 49 വർഷമാണ്. 1959 തൊട്ട് 2008 വരെ ആ രാജ്യം ഭരിച്ചത് ഫിഡൽ കാസ്ട്രോ ആയിരുന്നു. ചിയാങ് കൈ ഷെക്കി 47 വർഷം തായ്വാൻ അടക്കിവാണ ഭരണാധികാരിയായിരുന്നു. 1928 മുതൽ 1975 വരെ.
നോർത്ത് കൊറിയ അടക്കി വാണ കിം രണ്ടാമൻ 46 വർഷമാണ്. 1948 മുതൽ 1994 വരെ 40 വർഷം തൻ്റെ രാജ്യം അടക്കി വാണ അൽബേനിയൻ ഭരണാധികാരിയായിരുന്നു എൻവർ ഹോക്സ. 40 വർഷം 1945 തൊട്ട് 1985 വരെ. ദീർഘകാലം, അതായത് 42 വർഷത്തോളം 1969 മുതൽ 2011 വരെ ലിബിയ അടക്കി വാണ മറ്റൊരു ഭരണാധികാരിയാണ് മുഅമ്മർ മുഹമ്മദ് ഗദ്ദാഫി. 33 വർഷത്തോളം കംബോഡിയ അടക്കി വാണ ഹൺസൻ. 32 വർഷത്തോളം ഉഗാണ്ട അടക്കി വാണ യവാരി. 29 വർഷം ഇറാൻ വാണ അയത്തുള്ള അലി ഖൊമേനി. ഇവരെല്ലാം ദീർഘകാലം അതാത് രാജ്യങ്ങൾ ഭരിച്ചവരാണ്. നമുക്ക് നമ്മുടെ നാട്ടിലേക്കൊന്ന് തിരിച്ചു വരാം. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു 16 വർഷവും 286 ദിവസവും തുടർച്ചയായി ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾ കൂടിയായ ഇന്ദിരാഗാന്ധി 11 വർഷവും 55 ദിവസവും ഇന്ത്യ ഭരിച്ചു. മറ്റൊരു ദീർഘകാലം ഭരിച്ച ഭരണാധികാരിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ പോലും ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന രാജേന്ദ്ര പ്രസാദാണ് തുടർച്ചയായി 2 ടേം എന്ന് പറഞ്ഞാൽ 1950 മുതൽ 1962 വരെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു. ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാന്യനായ നരേന്ദ്രമോദിജി ആയിരിക്കും മൂന്നാമതും തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. ഈ പ്രവചനങ്ങളെല്ലാം ശരിയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കതിനു വേണ്ടി ജൂൺ 4 വരെ റിസൾട്ട് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണിയോടുകൂടി തന്നെ നമുക്കത് ക്ലിയറാവും. ഒരു പക്ഷേ ട്രെൻഡ് തരംഗം അതുണ്ടെങ്കിൽ ഏതാണ്ട് 10 മണി കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കൃത്യമായൊരു സൂചന കിട്ടും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.